വിദ്യാഭ്യാസ കാലത്ത് നമ്മളെല്ലാവരും ക്ലാസ്സിൽ പോയാലും പോയില്ലെങ്കിലും അന്നൊക്കെ ചെറുതായിരിക്കുമ്പോൾ പഠിച്ചൊരു പാഠമാണ് ഐസക് ന്യൂട്ടൻ്റെ തിയറി ഓഫ് ഗ്രാവിറ്റി. അത് വളരെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോകാത്തവർ പോലും അറിയാവുന്നതാണ്. ഐസക് ന്യൂട്ടൻ ഒരു മാവിൻ്റെയോ മരത്തിൻ്റെ ആപ്പിൾ മരത്തിൻ്റെ കീഴിലിരിക്കുന്ന ആപ്പിൾ താഴെ വീഴുന്നു. ഐൻസ്റ്റീൻ ഉറങ്ങായിരുന്നോ എന്തായിരുന്നു ഇരുന്ന സമയത്ത് ഐൻസ്റ്റീൻ അല്ല കേട്ടോ, സോറി, ഐസക് ന്യൂട്ടൻ. അപ്പോൾ ഈ ആപ്പിൾ വീഴാണ്. അപ്പം ന്യൂട്ടൻ ഈ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഈ ആപ്പിൾ എന്തെങ്കിലും സാധനം താഴേക്ക് വീഴേണ്ട എന്താണ്, ഇതിന് മുകളിലേക്ക് പൊക്കൂടെ എന്ന് ചിന്തിക്കുന്നതിൽ നിന്നാണ് ഗുരുതാകർഷണം. ഈ പദമൊക്കെ സ്കൂളിൽ പോയ കാലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഗുരുതാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന വലിയൊരു കണ്ടുപിടിച്ചത്. അതായത് ഭൂമിയുടെ ആകർഷണം ആണ് ഈ ആപ്പിളിനെ താഴേക്ക് എത്തിച്ചത് എന്നാണ് ഐസക് ന്യൂട്ടൻ ഏകദേശം ഒരു 300-400 വർഷം മുമ്പ് കണ്ടുപിടിച്ച, 400-ലും മേലെ ആയിട്ടുണ്ടാവും വർഷം മുമ്പ് കണ്ടുപിടിച്ചത്. കാരണം ആപ്പിൾ താഴേക്ക് വരും, മുകളിലേക്ക് പോകാത്തത് ഗുരുതാകർഷണം. ഞാനിപ്പോൾ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം, ഇന്ന് എപ്സ്റ്റീനിൽ എത്തി നിൽക്കുകയാണ് ശാസ്ത്രം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തി, ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള, ഇപ്പോൾ ട്രംപുമാണ് അതിലെ ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി പല പ്രമുഖർക്കും കാഴ്ചവെച്ചു. അതിൽ അനിൽ അംബാനി തൊട്ട് ലോകത്തിലെ ഒരു കാലത്തെ പണക്കാരെല്ലാവരും ഉണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് ഉണ്ട്, ബിൽ ക്ലിൻ്റൺ ഉണ്ട്, അമേരിക്കൻ പ്രസിഡൻറ്റ് ബിൽ ക്ലിൻ്റൺ ഉണ്ട്, ജെഫ് ബെസോസ് ഉണ്ട്, എലോൺ മസ്ക് തൊട്ട് ഇപ്പം ആൻഡ്രൂ രാജകുമാരനെല്ലാം, എവിടുത്തെ അറബികളിലെ മറ്റേ എന്തിട്ടാണ് ദുബായ് വേൾഡിൻ്റെ എല്ലാവരും വെച്ച് പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ബിസിനസ് രാഷ്ട്രീയ രംഗത്തുള്ളവരെല്ലാവരും ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഇത്തരം വിവാദത്തിൽപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ താഴെക്കിടയിൽ നിന്ന് വന്നിട്ടാണ് ഈ സ്വാധീന വലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായത്. അദ്ദേഹം ന്യൂയോർക്കിലെ ഒരു ജയിലിൽ കൊല്ലപ്പെട്ടു എന്നാണ് 92 വയസ്സായ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ഒരു ടീമിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ഓട്ടോപ്സി ചെയ്തപ്പോൾ. കാരണം അതിൽ ദുരൂഹമായിട്ട് ആ ജയിലിൽ അന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെയല്ല കഴുത്ത് ഒടിഞ്ഞിരിക്കുന്നത്, വെറുതെ തൂങ്ങി മരിക്കുന്ന ഒടിയിലല്ല കഴുത്ത് ഒടിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു എപ്സ്റ്റീൻ. കാരണം അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഈ ചില വ്യക്തികൾ സംസാരിച്ച രാഷ്ട്രീയക്കാർക്ക് പ്രശ്നമെന്ന് പറഞ്ഞ മാതിരി എപ്സ്റ്റീൻ സംസാരിച്ചാൽ ഇവിടുത്തെ പ്രമുഖർക്ക്, അത് ഇത്ര നാളും ഈ ബോൾ ട്രംപിൻ്റെ കോർട്ടിലായിരുന്നു. ട്രംപ് അത് അടിച്ച് ബിൽ ഗേറ്റ്സിൻ്റെയും ജെഫ് ബസോസിൻ്റെയും ഉള്ള ആൾക്കാരുടെ പേരുകൾ മുഴുവനും, ബിൽ ക്ലിൻ്റൺ തൊട്ട് അനിൽ അംബാനിയും, എന്തിന് പാവം മോഡിയുടെ പേര് വരെ വലിച്ചഴിച്ച് കൊണ്ടുവന്നു ഈ വിഷയത്തിലേക്ക്. ഈ എപ്സ്റ്റീൻ ഇവിടെയുള്ള ശാസ്ത്രജ്ഞരെ മുഴുവനും വിളിച്ചു. അതായത് ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത സ്റ്റീവൻ ഹോക്കിൻസിന് പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ദ്വീപ്, പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഐലൻഡ്. അവിടെയാണ് പ്രമുഖർ എല്ലാ വിഷയങ്ങളും അവിടെ നടന്നിരിക്കുന്നത്. അതായത് ഈ സ്ത്രീപീഡനങ്ങൾ തൊട്ടുള്ള വിഷയങ്ങളും ഒക്കെ നടന്നിരിക്കുന്നത് ആ ഒരു ദ്വീപിലാണ്. എല്ലാ പ്രമുഖരും അവിടെ വന്നിട്ടാണ് ഇതിന് ആസ്പദമായ കേസ് നടക്കുന്നത്. അപ്പോൾ സ്റ്റീവൻ ഹോക്കിൻസ്, പിന്നെ നോബൽ സമ്മാനത്തിന് അർഹരായ ഒട്ടനവധി ശാസ്ത്രജ്ഞർ പോലും വന്നിട്ട് ഇദ്ദേഹം ഒരിക്കൽ ഇവരോടൊക്കെ ചോദിച്ചു എന്നാണ് പറയണേ, ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചത് ശരിയാണോ ഈ ഗ്രാവിറ്റി, അതിന് ബദലായിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഈ പ്രമുഖരോട് ഇദ്ദേഹം ചോദിച്ചു എന്നാണ് പറയണേ. അപ്പോൾ എപ്സ്റ്റീനും ന്യൂട്ടണും ഈ പറഞ്ഞ സ്റ്റീവൻ ഹോക്കിൻസും പോലെയുള്ള ആ റേഞ്ചിലേക്കാണ് എപ്സ്റ്റീൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഈ ശാസ്ത്രജ്ഞരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം പല ഇവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹത്തിൻ്റെ പണവും സ്വാധീനവും, അദ്ദേഹത്തിന് നല്ല പണമുണ്ടാക്കിയിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ബിസിനസ്സുകാർ, ഇപ്പോൾ നോർവേയിലെ രാജകുമാരി പോലും ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായിരുന്നു, ശില്പന്തിയായിരുന്നു എന്നുള്ളൊരു വിവാദമാണ് പുറത്തു വരുന്നത്. പിന്നെ ഒട്ടനവധി UK-ലും അവിടെ ഇവിടെയൊക്കെ രാജകുടുംബങ്ങളും ഒക്കെ ഇതിപ്പോൾ ഒതുക്കി തീർക്കാണ്ട് വരില്ലേ. കാരണം രാഷ്ട്രീയക്കാർ ഏറ്റവും ലോകത്തിലെ, ഇപ്പോൾ ആമസോണിൻ്റെ ജെഫ് ബെസോസ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. എലോൺ മസ്ക് ഇപ്പോഴത്തെ പണക്കാരൻ, അതിലും മുമ്പൊക്കെ ഉള്ള പണക്കാരനായിരുന്നു ബിൽ ഗേറ്റ്സ്, ഇവരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയുള്ള ചില പ്രവൃത്തി, ശാസ്ത്രത്തിന് വേണ്ടിയും കൂടിയും അതിൻ്റെ റിസർച്ചിനൊക്കെ ഉള്ള ഫണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്വാധീനം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദുഷ്പേരിനോടൊപ്പം ഇദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൻ്റെ തിയറി ഓഫ് ഗ്രാവിറ്റിന് പോലും
പൊളിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ.